വായിക്കുന്നത് അനുജി. അങ്കമാലി നഗരസഭ ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 3 ദിവസത്തെ സൗജന്യ കർക്കിടക കഞ്ഞി വിതരണം നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് സമയമില്ലാത്ത കാര്യം ഇനി പച്ചമരുന്ന് കിട്ടാനില്ല അല്ലേ? മറ്റേ നമ്മുടെ ഇട്ടത്തൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. വീടൊക്കെ പോയി മതിലായി പച്ചമരുന്ന് കിട്ടാനില്ല, മുമ്പ് കാണാനുമില്ല. മഴക്കാലത്ത് മനുഷ്യരുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, വിഷാംശം ഇല്ലാതാക്കി ശരീരത്തിന്റെ പുനരുജ്ജീവനം ഉറപ്പുവരുത്തുക, ഊർജവും പ്രഭയും വർദ്ധിപ്പിക്കുക എന്നിവയാണ് കർക്കിടക കഞ്ഞി വിതരണം ചെയ്യുന്നതിന്റെ ലക്ഷ്യങ്ങൾ. താലൂക്ക് ആശുപത്രിയിലും ആയുർവേദ ഡിസ്പെൻസറിയിലും വരുന്ന രോഗികൾക്കും അവരുടെ സഹായികൾക്കും പൊതുജനങ്ങൾക്കും സൗജന്യമായി നൽകുന്ന ഒരു ഔഷധക്കഞ്ഞി യഥാവിധി ചേരുവകൾ ചേർത്ത് ആയുർവേദ ഡിസ്പെൻസറിയിൽ തന്നെ ഉണ്ടാക്കുന്ന ഔഷധ വിഭവമാണ്. ആയുർവേദ ചികിത്സയിൽ പണ്ട് മുതൽക്കേ കർക്കിടക മാസത്തില് ആയുർവേദ ചികിത്സയ്ക്ക് വളരെയേറെ പ്രാധാന്യം നമ്മുടെ വീടുകളിലെല്ലാം കൊടുത്തിരുന്നു. കർക്കിടക കഞ്ഞി മുതല് പഞ്ചകർമ്മ ചികിത്സ തുടങ്ങി ആയുർവേദത്തിൽ ഊന്നിയുള്ള ഒരു ചികിത്സാ രീതികൾ പണ്ട് മുതൽക്കേ ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ നമ്മൾ അതിൽ നിന്നെല്ലാം മാറി. എന്നാൽ വീണ്ടും 2018-19 കാലഘട്ടത്തിലെ പ്രളയവും അതിനോടനുബന്ധിച്ച് വന്ന രോഗങ്ങളും പിന്നീട് അങ്ങോട്ട് നമ്മൾ കോവിഡ് എന്ന മഹാമാരിയെ നേരിട്ടപ്പോൾ അതില് നമുക്ക് ലഭിച്ച കുറേയേറെ രോഗങ്ങളുടെയൊക്കെ ആവിർഭാവത്തോടു കൂടിയാണ് നമ്മൾ വീണ്ടും ഇതിന്റെ പ്രാധാന്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയും അതിന്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കുകയും ഇമ്മ്യൂണിറ്റി പവർ നമ്മൾക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ആ പ്രതിരോധ ശക്തി നമുക്ക് വീണ്ടെടുക്കണമെങ്കിൽ ആയുർവേദ ചികിത്സാ രീതികളെ നമ്മൾ വീണ്ടും ആശ്രയിക്കണമെന്നുള്ളൊരു ബോധ്യം നമുക്ക് വന്നു. ആയുർവേദ വിധി പ്രകാരം ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നതിനാവശ്യമായ വിവരങ്ങളും ഇതോടൊപ്പം പൊതുജനങ്ങൾക്ക് പകർന്നു നൽകുന്നുണ്ട്. മഴക്കാലത്ത് നടത്തിയ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന്റെ തുടർച്ചയായി നഗരസഭയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീലതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പൊതുജന ആരോഗ്യ പരിപാലന പദ്ധതിയാണ് ഈ സൗജന്യ കർക്കിടക കഞ്ഞി വിതരണം. വിതരണോദ്ഘാടന യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് അധ്യക്ഷത വഹിച്ചു. പങ്കുവയ്ക്കേണ്ടത് നമ്മൾ ചെയ്താൽ മാത്രമാണ് നമുക്കതിന്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ചെയ്യുവാനായിട്ട്. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ടി.വൈ. ഏലിയാസ്, ജസ്മി ജിജോ, ജാൻസി അരീക്കൽ, ലെക്സി ജോയ്, റോസ്ലി തോമസ്, ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ, ബി.ജെ.പി പാർലമെന്ററി പാർട്ടി ലീഡർ എ.വി. രഘു, കൗൺസിലർമാരായ ബാസ്റ്റിൻ ഡി പാറയ്ക്കൽ, ജിത ഷിജോയ്, സന്ദീപ് ശങ്കർ, ലിസി പോളി, ലില്ലി ജോയ്, രജനി ശിവദാസൻ, ലേഖ മധു, മോളി മാത്യു, ഗ്രേസി ദേവസി, സരിത അനിൽകുമാർ, കില റിസോഴ്സ് പേഴ്സൺ പി ശശി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഈ വർഷമാണ് ഞാൻ ഇത്രയും മനസ്സിലാക്കിയത്. ഞാൻ 7 വർഷം കഴിഞ്ഞു ഔഷധക്കഞ്ഞി. ഞങ്ങൾ 2 വർഷം ആയിട്ടുള്ളൂ ഇടയിൽ കൊടുക്കാണ്ടായത്. അതാ കോവിഡിന്റെ സമയം ബാക്കി എല്ലാ വർഷവും കൊടുക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്കൊരു സന്തോഷത്തോടു കൂടി അധികാരിയാണ് അല്ലെങ്കിൽ ചെയ്യാറുണ്ടെങ്കിലും ഇത്രയും സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റിയ ഇപ്രാവശ്യമാണ്. അപ്പൊ അത് എല്ലാവരും ഒന്ന് അറിയിക്കുകയാണ്. അതിനുള്ള നന്ദി എല്ലാവരോടും പറയുകയാണ്. ആദ്യം തന്നെ നമ്മുടെ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് നമുക്ക് കർക്കിടക ചരിയോടനുബന്ധിച്ച് നമ്മുടെ കേരളത്തില് വർഷങ്ങളായി മുത്തശ്ശന്മാരുടെ കാലത്ത് മുതൽ തന്നെ എല്ലാ വർഷവും എല്ലാ മാസവും എല്ലാ വീടുകളിലും ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അത് ഈ കർക്കിടകത്തിൽ തന്നെ ചെയ്യുന്നതിന് കുറച്ചൊരു പ്രാധാന്യമുണ്ട്. എന്നുവെച്ചാൽ കർക്കിടക ചര്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഒരു കാലമായിട്ടാണ് കർക്കിടകത്തിന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരുന്ന ചികിത്സകൾക്ക് കുറച്ചും കൂടി ഒരു പ്രാധാന്യം കിട്ടുന്ന കാലം എന്ന് പറയുന്നതാണ് കർക്കിടക കാലം. അതുകൊണ്ടാണ് കൂടുതൽ ഒരു ഉഴിച്ചിൽ പോലുള്ള ചികിത്സകളൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ചെയ്തവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് മിക്കവാറും കർക്കിടക കാലത്തായിരിക്കും. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ കർക്കിടക മാസത്തിന്റെ പ്രത്യേകതയാണ്. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയൊരു ചൂടാണ്. കോളേജ് കാലത്ത് ഞങ്ങൾ പഠിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ചെല്ലും. ഒന്നാമത്തേനെ നമ്മുടെ വീട്ടിൽ വയ്ക്കണ കഞ്ഞി കുടിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല, കാരണം ഉപ്പില്ലാത്ത കഞ്ഞിയാന്ന് തോന്നി ഞങ്ങൾ മാറ്റി. അപ്പോൾ പറയും നമ്മളതിൻ്റെ രുചിയൊന്നും നോക്കണ്ട. നമ്മുടെ അപ്പച്ചനും അമ്മച്ചൊക്കെ പറയും രുചി നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് നല്ലതാണ്. നമ്മുടെ ഔഷധ സസ്യങ്ങൾ, മെഡിസിനൽ പ്ലാന്റ്സ്, അതായത് അതിൻ്റെ തണ്ടോട് കൂടിയിട്ടുള്ള ഇനങ്ങളുണ്ടാവും, അതുപോലെ തന്നെ വേരോട് കൂടിയിട്ടുള്ള സസ്യങ്ങളുണ്ടാവും. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ കറക്റ്റായിട്ട് ഔഷധക്കഞ്ഞിയുടെ എല്ലാ കുട്ടികളോടും കൂടിയിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ വീടുകളൊക്കെ ഉണ്ടാകുന്നത് ഒരു തട്ടിക്കൂട്ട് പരിപാടികളോ ഒക്കെയായിരുന്നു. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ആയുർവേദ ചികിത്സ, ആയുർവേദം എന്നുള്ളത് ശരീരത്തിനും മനസ്സിനും തേജസ്സും ഓജസ്സും കിട്ടുന്നതിന് ഇത് അനിവാര്യമാണ് എന്നുള്ളത് ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഇത് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചടങ്ങ് സംബന്ധിച്ച എല്ലാവർക്കും പ്രത്യേക അഭിവാദ്യം ഞങ്ങൾക്ക് അതിനൊക്കെ ഒരു കാരണത്തിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ഭക്ഷണ രീതിയിലും വ്യായാമം ഇല്ലായ്മയും മറ്റുള്ള എല്ലാ കാരണങ്ങളും കൊണ്ടാണ് നമുക്ക് ഷുഗർ പോലുള്ള അല്ലെങ്കിൽ മറ്റെല്ലാ രോഗങ്ങളും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള മാറ്റം വന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചത് നമ്മൾ വിശപ്പിന്റെ പണ്ടൊക്കെ നമ്മൾ കഷ്ടപ്പാടും ദുരിതമുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി. ഇന്ന് നോൺ വെജിന്റെ ഉപയോഗം വർദ്ധിക്കലും അതോടൊപ്പം തന്നെ വ്യായാമം ഇല്ലായ്മ മറ്റെല്ലാ കാരണം കൊണ്ട് നമുക്ക് അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലാണ് ഈ കർക്കിടക മാസത്തില് നമുക്ക് ഈ ആയുർവേദ ഈ കഞ്ഞി മരുന്ന് കഞ്ഞിയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. നേരത്തെ സംസാരിച്ചത് പറഞ്ഞ് നമുക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് നമ്മളിപ്പോ വർഷം മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ സമയത്ത് നമ്മൾ കഴിക്കുന്നത് നമുക്ക് ഈ ഒരു വർഷത്തേക്ക് വേണ്ടുന്നുള്ള പ്രതിരോധ ശേഷി ആർജിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ എല്ലാ വർഷവും നമുക്ക് ഈ സമയമാകുമ്പോൾ നമുക്ക് കഴിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലൊരു ചിട്ടയായിട്ടുള്ള രീതി കൊണ്ടുവരും. പഴയ രീതി അനുസരിച്ച് ആയുർവേദത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇന്നത്
നമ്മുടെ ഈ പരിപാടിയിലേക്ക് വന്നതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. AI സഹായത്തോടെ നിങ്ങളുടെ കണ്ണുകളും ഇനി പരിശോധിക്കാം. ലെൻസ് ആൻഡ് വിഷൻ ഓപ്റ്റിക്കൽസ് ഇനി മൂക്കന്നൂരിലും. മൂക്കന്നൂരിലെ ആദ്യത്തെ AI അധിഷ്ഠിത നേത്ര പരിശോധനാ സെന്റർ. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, 3 പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യം. ഇന്ത്യക്ക് അകത്തും പുറത്തും നിരവധി ഷോറൂമുകൾ. ലോകോത്തര ബ്രാൻഡുകൾ ലഭ്യമാണ്. 50% വരെ കിഴിവ്. 1 വാങ്ങുമ്പോൾ 1 ഫ്രീ. ലെൻസ് ആൻഡ് വിഷൻ ഓപ്റ്റിക്കൽസ്, നിയർ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഫോൺ നമ്പർ 0484 2001 655 9961998377. കേരളത്തിൽ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കടവന്ത്ര, അങ്കമാലി, ചാലക്കുടി. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. പൊടിപ്പും തൊങ്ങലുകളുമില്ലാതെ സത്യസന്ധമായ വാർത്തകളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ ഫോളോ ചെയ്യുക.